നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്ന് പുലിവാൽ ഒരുപാട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ അമ്മമാരും സഹോദരിമാരും എന്നെ വിടാതെ പിടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ അംഗൻവാടിയെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കർമാർ അല്ലെങ്കിൽ ടീച്ചർമാർ അല്ലെങ്കിൽ ഹെൽപ്പർമാർ ആയമാർ അങ്ങനെ പല പേരുകളിലാണ് അങ്ങനെയുള്ള ഒരാളുകളിലാണ് അവർ നമ്മൾ ചെയ്തത്. അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അപ്പോഴിതാ കിടക്കുന്നു. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് കിടക്കുന്നത്, പെൻഷൻ പറ്റിയവരുടെ കാര്യം. ഇപ്പോൾ എന്നെ വിളിച്ചൊരു സഹോദരി പറഞ്ഞത് 42 വർഷമായി അവർ ജോലി ചെയ്തു, പല ജോലികളെ. അതായത് ബാലവാടി 18 വയസ്സിൽ ബാലവാടി, അവരുടെ നാട്ടിൽ ബാലവാടി വന്നപ്പോൾ അവർ ജോലിക്ക് കയറിയതാണ്. ബാലവാടിക്ക് ജോലിക്ക് കയറി. ഇത് ഒരാളല്ല, സംസ്ഥാനത്ത് ഒരുപാടുണ്ട്. ആദ്യം ബാലവാടിയായിരുന്നു, അത് ബ്ലോക്കിനോടനുബന്ധിച്ച് ഒരു ബാലവാടി. അന്ന് ശമ്പളമൊന്നും ഇല്ലെന്നേ. ഇവർ ചുമ്മാ പോരുന്ന എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും ഉച്ചവരെ പറഞ്ഞു കൊടുക്കും, ഗോതമ്പും പൊടി എന്തെങ്കിലുമൊക്കെ നാമമാത്രമായി തുക. അങ്ങനെയാണ് ICDS വരുന്നത്. ICDS വന്നപ്പോൾ അതിൽ നല്ല ഭാഗം ബാലവാടി ടീച്ചർമാർ, ബാലവാടിക പഠിച്ചവരെയൊക്കെ അതിനകത്ത് കയറ്റി. അങ്ങനെ ജോലി കയറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 40 വർഷം 45 വർഷം ജോലി ചെയ്തവരാണ്. എന്നിട്ട് അവർ പെൻഷൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. എനിക്കറിഞ്ഞൂടെ എന്തൊരു പെൻഷനാണ് പറ്റുന്നതെന്ന്. പെൻഷൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മാസവും വീട്ടിൽ പെൻഷൻ വരണം. അവർ ക്ഷേമനിധിയിൽ നാമമാത്രമായ തുക അയച്ചിട്ടുണ്ട്. അവർക്ക് ചെറിയ ശമ്പളമാണ്. 35 രൂപയ്ക്ക് ജോലി കയറിയവരുണ്ട്. ആലോചിച്ച് നോക്കുക. ഒരു വടയും ചായയ്ക്ക് ഇപ്പോൾ 30 രൂപ കൊടുക്കണം. ഒരു നല്ല ഹോട്ടലിൽ പോയാൽ ഒരു കോഫിക്ക് 23 രൂപ കൊടുക്കണം. ഒരു വടയും കൂടെ വാങ്ങിച്ചാൽ 35 രൂപ, 12 രൂപ വട, 35 രൂപ കൊടുത്തിരിക്കണം. ഒരു വടയും കോഫിയും കഴിക്കാനുള്ള ശമ്പളത്തിനാണ് ആദ്യകാലത്ത് അവർ ജോലി ചെയ്തത്. പിന്നെ കുറേശ്ശെ കൂടി അവർ 5 വർഷമാകുമ്പോൾ ഒരു 30 രൂപ കൂട്ടി കൊടുക്കും. എന്തൊരു ഗതികേടാണെന്നറിയാവോ? നമ്മൾ തള്ളി മറിക്കുകയാണ്. കേരളം ഒന്നാമതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ അടുത്ത് കിട്ടിയാൽ പിന്നെ നമ്മളെന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഈ തള്ളി മറിക്കുന്നവരെ. അപ്പോൾ എന്താ പറയുക, 32, പിന്നെ 10 വർഷമാകുമ്പോൾ അടുത്ത 5 വർഷമാകുമ്പോൾ 61 രൂപ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന ചില ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നുള്ള പൈസ. അത് ഇവരുടെ കാരുണ്യം പോലെ 1000 രൂപ കൂട്ടി, 2000 കൂട്ടി, അങ്ങനെ 7000 ആയവരുണ്ട്, 8000 ആയവരുണ്ട്. 30 വർഷം ജോലി ചെയ്തിട്ടാണ്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവർ പെൻഷൻ പറ്റുകയാണ്. 62 വയസ്സാകുമ്പോൾ അവർ പുറത്ത് പോയി കഴിയുമ്പോൾ അവർ BP ഉണ്ടായിരിക്കും, ഷുഗർ ഉണ്ടായിരിക്കും, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും. അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. കാരണം അങ്ങനത്തെ ജോലിയാണല്ലോ ചെയ്യുന്ന. അത്രയും ഈ പിള്ളേരുമായിട്ട് കിടന്ന് കൊഴിഞ്ഞു മറിയലും, പിന്നെ ഈ കോവിഡ് കാലത്തൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ ഗോതമ്പ് കൊണ്ട് കൊടുക്കൽ, അരി കൊണ്ട് കൊടുക്കൽ, അതുപോലത്തെ പരിപാടികൾ, പിന്നെ എന്താണ് അവർക്ക് ഓൺലൈനിൽ പരിപാടികൾ. ഇതെന്തൊക്കെ ചെയ്താലാണ് അവരുടെ ജീവിതം അവസാനിക്കുന്നത്. അവസാനം അവർക്ക് പെൻഷനുമില്ല. പെൻഷൻ ചോദിക്കുമ്പോൾ ക്ഷേമനിധിയിൽ നിന്ന് പൈസ വന്നാലേ അവർക്ക് പെൻഷൻ കൊടുക്കുകയുള്ളൂ. ക്ഷേമനിധിയിൽ ഇരിക്കുന്ന ഓഫീസർമാർക്ക് പെൻഷൻ ഉണ്ടല്ലോ. അതിൻ്റെ ചെയർമാൻ പെൻഷൻ ഉണ്ടല്ലോ. അവിടുത്തെ സെക്രട്ടറിക്ക് പെൻഷൻ ഉണ്ടല്ലോ. അതോ ഇവർക്ക് പൈസ കൊടുക്കുമ്പോഴേ കൊടുക്കുകയുള്ളൂ? ഞാനൊരു സംവിധാനത്തിൽ ഇരുന്ന ആളാണ്, ഡയറക്ടറായിരുന്ന ആളാണ് ഞാൻ. അതുപോലെ നിരവധി സ്ഥാപനങ്ങളിലായിരുന്നു ഞാൻ. 1000 പേരുള്ളൊരു പ്രോജക്റ്റ് നോക്കിയിരുന്നു. എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ എൻ്റെ കീഴെ ഞാൻ നോക്കിയിരുന്ന പ്രോജക്റ്റിൽ 1000 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ശമ്പളം കൊടുത്തിട്ടേ ഞാൻ ശമ്പളം വിഡ്രോ ചെയ്യുള്ളായിരുന്നു ഓഫീസിൽ നിന്ന്. എനിക്ക് ശമ്പളം എഴുതാൻ പറയുമ്പോൾ ഞാൻ പറയും, അവർക്ക് കൊടുത്തോ. കാരണം അവർക്ക് നാമമാത്രമായ ശമ്പളമാണ് കൊടുക്കുന്നത്, കൺസോളിഡേറ്റ് ആയിട്ട്. കരാറുകാരാണ് അവരൊക്കെ. അവർക്ക് ശമ്പളം കൊടുക്കണം. പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ്. എന്നിട്ടേ ഞാൻ ശമ്പളം എടുക്കാവൂ. ഇത് എനിക്ക് നല്ല ശമ്പളമുണ്ട്. എനിക്ക് 1-ാം തീയതി 2-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും. ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ പോയി പൈസ എടുക്കാം. എനിക്ക് എല്ലാ സൗകര്യവും ചെയ്യാം. എൻ്റെ എല്ലാ സാറന്മാർക്കും കൂടെ ഉള്ളവർക്കും ഉണ്ട്. പക്ഷേ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾക്കില്ല എന്ന് പറഞ്ഞാൽ, ICDS സൂപ്പർവൈസർമാർക്ക് ഇത് ശമ്പളം വാങ്ങാൻ അർഹതയുണ്ടോ? CDPമാർക്ക് അർഹതയുണ്ടോ? ഞാൻ അർഹതയാണ് ചോദിക്കുന്നത്. തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാതെ. ഇനി വേറൊരു സ്ഥലത്തൊരു കഥ കേൾക്കുന്ന നല്ല തമാശയാണ്. പെൻഷൻ പറ്റിപ്പോകുന്നൊരു സ്ത്രീയെ, ഒരു വനിതയെ വല്ലാതെ ഉപദ്രവിച്ചിരിക്കുന്നു ഈ സൂപ്പർവൈസർ. എന്താണ് കാണിക്കുന്നത്? ഇതൊരു കഷ്ടമാണിത്. അവർക്ക് യൂണിയനുണ്ട്, അതെന്തെല്ലാം കള്ളത്തരമുണ്ട്. അതിനകത്തൊരു പരിപാടിയുണ്ട്. വർക്ക് ചെയ്യുന്നവർക്കും വർക്ക് ചെയ്യാത്തവർക്കും ഒരു യൂണിയനാണെന്നാണ് ഞാൻ മനസ്സിലായത്. 2 യൂണിയൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിന് വിവരം എടുക്കണം. അങ്ങനെ ഒരു യൂണിയൻ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നവർ അവരെ കാര്യമല്ലേ പറയുള്ളൂ. വർക്ക് ചെയ്യാത്തവരെ കാര്യം ആരെങ്കിലും ഇന്ന് പറയൂ? വർക്ക് ചെയ്ത് കഴിഞ്ഞവരെ കാര്യം. അപ്പോൾ പെൻഷൻ പറ്റിയവർക്ക് ക്ഷേമനിധിയിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ പോകാനുള്ള സംവിധാനം ആലോചിക്കണം. അവർക്ക് ഓണത്തിന് ബോണസ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. 40-50 വർഷം അവർ ജോലി ചെയ്തതാണെന്നേ നാട്ടിന് വേണ്ടി. അവർ 18 വയസ്സിൽ ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം. ഒരു പെൺകുട്ടി 18 വയസ്സിൽ ഈ സ്റ്റേറ്റിനെ സെർവ് ചെയ്യാൻ വന്നിട്ട് 45 വർഷം സെർവ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ 45, 15, 63-ാമത്തെ 62-ാമത്തെ വയസ്സിൽ ഇറങ്ങി വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് ഗവൺമെൻറ്. വീണ ജോർജ്, നിങ്ങൾക്ക് 36,000 രൂപയുടെ ബാഗ് വാങ്ങിയതിൻ്റെ പൈസ എന്ന് പറയുന്നത്
5 6 അംഗൻവാടിക്കാരുടെ ശമ്പളം വരുമെന്നേ. നിങ്ങളുടെ ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയേക്കാൾ തുക ഇവർക്ക് പെൻഷൻ തുകയായി കൊടുക്കാനുണ്ടെന്നേ. അത്ര പോലും കൊടുക്കാതെ എന്തൊരു ഗതികേടാണ് വീണ ജോർജ്. നിങ്ങൾ എന്ത് മാതൃകയാണ് ഉണ്ടാക്കണം? എന്ത് കപ്പിത്താനാണ്? എന്ത് ക്യാപ്റ്റനാണ് ഇവിടെ? വളരെ ഗതികേടാണ്. ചോദിച്ചു പോയതിൽ സോറി. ഇനിയിപ്പോൾ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് സഹാക്കൾ വീഡിയോ ഫോർവേഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ഫോർവേഡ് ചെയ്യണം. ബധിര കർണങ്ങളിൽ ഇത് എത്തണം. പിന്നെ അന്ധന്മാരുടെ അടുത്ത് ഇത് എത്തണം. അന്ധൻ എന്ന് പറഞ്ഞാൽ ഭരണാന്ധതയാണ്, അല്ലാതെ കണ്ടുകൂടാത്തവരല്ല. ഭരണത്തിൻ്റെ അന്ധതയുള്ളവർ, ഭരണത്തിന് ചെവി കേൾക്കാത്തവർ, കാത് കേൾക്കാത്തവർ, കണ്ണു കാണാത്തവർ, പിന്നെ പിന്നെ എന്താണ് മറ്റുള്ളവരുടെ ദുഃഖമറിയാത്തവർ ഇതറിയണം. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പെൻഷൻ പറ്റിയവർ എവിടെ? അപ്പോൾ പെൻഷനേഴ്സായിട്ടുള്ള 62 വയസ്സിൽ പെൻഷൻ എന്ന് പറയുമ്പോൾ എന്നെക്കാൾ പ്രായമുണ്ട്. അവർക്ക് അവർ ചേച്ചിമാരാകാനുള്ള പ്രായമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 100 കണക്കിന് ചേച്ചിമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് പഞ്ചായത്ത് എടുത്താലും ഉണ്ട്. അവരെ കാണാതിരുന്നു കൂടാ. അവർക്ക് ഈ ഓണം അവർക്ക് ആഘോഷിക്കണം. അവർക്ക് കുഞ്ഞുങ്ങൾക്ക്, ചെറുമക്കൾക്ക് 62 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പിന്നെ റിട്ടയറായിട്ട് 2-3 വർഷമായി കൂടുതൽ വയസ്സായിക്കണം. അങ്ങനെയുള്ളവർക്ക് അവരുടെ ചെറുമക്കൾക്ക് ഓണത്തിനൊരു 100 രൂപ എടുത്ത് കൊടുക്കാൻ അവരുടെ കയ്യിൽ വേണം. അവർക്ക് പിന്നെ മരുന്ന് വാങ്ങാൻ പൈസ വേണം, ബസ് യാത്രയ്ക്ക് പൈസ വേണം, അമ്പലത്തിൽ പോയാൽ, പള്ളിയിൽ പോയാൽ 1 രൂപ കാണിക്കയിടാൻ, ഒരു ദക്ഷിണ കൊടുക്കാൻ അവരുടെ കയ്യിൽ പണം വേണം. ദയവായി ഗവൺമെൻറ് അടിയന്തരമായി പെൻഷൻകാരുടെ പ്രശ്നം പരിഹരിക്കണം. അതുകൊണ്ട് പെൻഷൻകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംഘടിക്കണം. ഞാൻ ഒരിക്കലും സമരത്തിന് ആഹ്വാനം ചെയ്യുന്നതല്ല. ഈ ബദിരം ഇങ്ങനെ കിടക്കുന്നൊരു സംവിധാനത്തിൽ സമരം ചെയ്തിട്ട് എന്ത് ചെയ്യാനെന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളെ പറ്റിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയം. നിങ്ങളെ നന്നായി പറ്റിക്കുകയാണ്. ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ്. അവർ സുഖമായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ സുഖമായി ജീവിക്കുന്നു, നിങ്ങളെ പറ്റിക്കുന്നു. ആ പറ്റിപ്പിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കണമെന്നല്ല. നിങ്ങളുടെ ശബ്ദവും ഇവിടെ കേൾക്കേണ്ടി വരും. ഒരു കാലം അത് വന്നേ കഴിയൂ. പെൻഷൻ പെട്ടിട്ടുള്ള സഹോദരിമാർ, നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സുഭാഷിതം ചാനൽ. നിങ്ങൾ രംഗത്ത് വരിക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് നിരവധി ആളുകൾ മെസ്സേജ് ഇടാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. എല്ലാ സഹോദരിമാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പേരോ നാടോ പറയരുത്, ഞങ്ങൾക്ക് പേടിയാണ് സാർ ഇവിടെ ജീവിക്കാൻ. എന്തൊരു നാടാണിത്! സ്വന്തം അവകാശം, ജോലി ചെയ്ത ശമ്പളം വാങ്ങാൻ തരാതിരിക്കുമ്പോൾ, ജോലി ചെയ്തതിൻ്റെ പെൻഷൻ തരാതിരിക്കുമ്പോൾ അത് ചോദിക്കാൻ ഭയമാണ് സാർ എന്ന് പറയുന്നൊരു നാട്ടിൽ എന്തു ജനാധിപത്യം? എന്താണ് ഇവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും ആ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം. നിങ്ങൾ തുറന്നു പറയുക. എന്നോട് പറഞ്ഞ ഒരാളിൻ്റെ സോഴ്സും ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആശാ വർക്കേഴ്സിൻ്റെ വീഡിയോ കുറേ ചെയ്തു, തൊഴിലുറപ്പുകാരുടെ ഒരു 15ഓളം വീഡിയോ ചെയ്തു, അംഗൻവാടിക്കാരുടെ വീഡിയോ ചെയ്തു, പ്രൈമറി ടു ഈ സ്കീം വർക്കേഴ്സിനായ സഹോദരിമാരുടെ വീഡിയോ ധാരാളമായി ചെയ്തു വരുന്നു. മറ്റൊരു ചാനലും, ഒരു ഡിജിറ്റൽ ചാനലും ഇത് തൊടുന്നില്ല. എന്നാലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുക. നമ്മുടെ ഭരണകൂടങ്ങളുടെ, അത് പഞ്ചായത്താവട്ടെ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്താവട്ടെ, ജില്ലാ പഞ്ചായത്താവട്ടെ, സംസ്ഥാന സർക്കാരാവട്ടെ, കേന്ദ്ര സർക്കാരാവട്ടെ, ആരോ ആയിക്കോട്ടെ, അവിടെ ആരോ ഭരണത്തിൽ വരട്ടെ, അത് ജനാധിപത്യമാണല്ലോ. നമുക്ക് നമ്മുടെ ശബ്ദം അവിടെ എത്തിച്ചേ കഴിയൂ. അതുവരെ കടലിൽ വെള്ളം തിരമാലകൾ അടിക്കും പോലെ നമ്മൾ ഈ ന്യൂസുകൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വിവരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുക. നമുക്കിതൊരു നല്ല സഹന സമരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. സഹോദരിമാരോടൊപ്പം ഞാനുമുണ്ട്.